ഇന്ത്യ പിടിക്കുമോ ഇന്ത്യ മുന്നണി എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ആലപ്പുഴയിലെ വോട്ടർമാരോട് നമ്മൾ ചോദിച്ചത്. രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്ന ആലപ്പുഴയുടെ വോട്ടർമാർ പറയുന്ന ഉത്തരത്തിലേക്ക് വരൂ. വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്നത് 27.8%, മെച്ചപ്പെട്ട പ്രകടനം 11.6%, ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്നത് 9.1%, നിലവിലേതിനേക്കാൾ മോശമായി എന്ന് 6.8%, വളരെ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് 3.7%, അറിയില്ല എന്നുള്ളത് ഭൂരിപക്ഷം 41%. പക്ഷേ അവിടെ വലിയ നേട്ടമുണ്ടാക്കും, മെച്ചപ്പെട്ട പ്രകടനം എന്ന് പറയുന്നത് 39.4%. അവിടെ വീണ്ടും നോക്കൂ, ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമെന്ന് പറയുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആരാകണം എന്ന് ആലപ്പുഴ വോട്ടർമാർ ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷവും കൂടി ഉൾപ്പെട്ട മുന്നണിയാണെങ്കിൽ കൂടിയും ഇന്ത്യ മുന്നണി ഭരിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരം അവിടെയുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ സാധ്യതയുള്ള ഒരു മനസ്സ് ആലപ്പുഴയിൽ ഈ ചോദ്യത്തോട് പ്രതികരിച്ച വോട്ടർമാർക്കുണ്ട്. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിന് അനുകൂലമാകുമോ എന്നതാണ് അതിന്റെ ഉത്തരം നമ്മൾ ഏറ്റവും ഒടുവിലാണ് പറയുക, അടുത്ത ചോദ്യത്തിനു ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 13. അടുത്ത ചോദ്യം, ആലപ്പുഴയുടെ മനസ്സിലുള്ള ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മളത് അവിടുത്തെ വോട്ടർമാരോട് ചോദിക്കുന്നു. ഈ സാമ്പിൾ സൈസ് അതിന് തന്ന മറുപടി കഴിഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ കെ ശൈലജയ്ക്കായിരുന്നു അഡ്വാൻസ്. എല്ലാ മണ്ഡലങ്ങളിലും കെ ശൈലജ ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 മണ്ഡലങ്ങളിലും കെ ശൈലജ തന്നെയാണ് ലീഡ് ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു പേരുണ്ടോ എന്നതാണ് നമുക്കറിയേണ്ടത്. ഇത്തവണ എങ്ങനെയാണ് ആലപ്പുഴ ചിന്തിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നു. ശശി തരൂർ 13.8%, പിണറായി വിജയൻ 27%. ഒന്നാം സ്ഥാനത്ത് പിണറായി വിജയനാണ് 27%. എനിക്ക് തോന്നുന്നത് 10 മണ്ഡലങ്ങൾ നമ്മൾ കവർ ചെയ്ത് 11ാം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ പിണറായിക്ക് ഇത്രയും അധികം വോട്ട് ചെയ്ത വേറൊരു മണ്ഡലം ഉണ്ടായിട്ടില്ല. ആലപ്പുഴ 27%. അത് കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴക്കാരൻ തന്നെ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് കേട്ടോ 2ാം സ്ഥാനത്തെത്തി. സാധാരണ വി ഡി സതീശൻ 2ാം സ്ഥാനത്ത് എത്തുന്ന സതീശൻ പിന്നിലേക്ക് പോവുകയും രമേശ് ചെന്നിത്തല മുന്നോട്ട് വരും, സ്വാഭാവികമാണ്. അതെ, പക്ഷെ 3ാം സ്ഥാനത്ത് ആരാണെന്ന് നോക്ക്, സുരേഷ് ഗോപിയാണ്. അത് ചെറിയ ശതമാനമല്ല, 19.5%. അപ്പൊ നോക്കൂ, 1ാം സ്ഥാനത്ത് പിണറായി വിജയൻ, 2ാം സ്ഥാനത്ത് ആലപ്പുഴക്കാരൻ്റെ സ്വന്തമായിട്ടുള്ള രമേശ് ചെന്നിത്തല, 3ാം സ്ഥാനത്ത് സുരേഷ് ഗോപി. അങ്ങനെ 3 പേരാണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ വലിയ പിന്തുണയുള്ള സ്ഥലം തന്നെയാണ് ആലപ്പുഴ എന്ന കാര്യത്തിൽ സംശയമില്ല. 2ാം സ്ഥാനത്ത് അവരുടെ പ്രിഫറൻസ് രമേശ് ചെന്നിത്തലയാണ്. ശൈലജ വളരെ പിന്നിലാണ് വെൻ കമ്പയറിംഗ് വിത്ത് അതർ കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം, സംസ്ഥാന സർക്കാർ മോശമാണെങ്കിലും സംസ്ഥാന സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരണമോ എന്ന ചോദ്യത്തിന് ആലപ്പുഴയ്ക്ക് സ്പ്ലിറ്റ് വേണ്ടിയിട്ടാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആലപ്പുഴയുടെ നെഞ്ചിലുണ്ട് KC എന്ന് പറയുമ്പോൾ KCക്ക് അവിടെ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കുന്നില്ല KC. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ KC മുഖ്യമന്ത്രിയാകണ്ട, KC രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നാൽ മതി എന്നതായിരിക്കാം ഒരുപക്ഷെ ആലപ്പുഴയുടെ മനസ്സിലിരിപ്പ്. ഒരു കേന്ദ്രമന്ത്രിയായി KC വേണുഗോപാലിനെ കാണാൻ ആലപ്പുഴ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരുപക്ഷെ. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം, അല്ലേ ഉണ്ണിബാലകൃഷ്ണൻ? അതെ.